ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെയായിട്ട് STS ക്രെയിനിന്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ടെർമിനൽ 1 ഇങ്ങനെ 4 STS ക്രെയിനിന്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടിൽ നിന്നും വളരെ ഫാസ്റ്റായിട്ട് ഒരു ടെഗ് ബോട്ട് പുറത്തേക്ക് പോകുന്നത്, അതായത് കപ്പൽ ചാലിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പോർട്ടിലെ പൈലറ്റാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിന്റെ പുറത്ത്, അതായത് കപ്പൽ ചാലിന്റെ അടുത്തെത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റുമായി ഡോൾഫിൻ 28 എന്ന് പറയുന്ന ടഗ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ 4 ടെഗ് ബോട്ടാണുള്ളത്. ഡോൾഫിൻ 26, 27, 28, 29 അങ്ങനെ 4 പടക്കുതിരകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിലൊരു പടക്കുതിരയായ ഡോൾഫിൻ 28 ആണ് പോർട്ടിലെ പൈലറ്റുമായി വളരെ ഫാസ്റ്റായിട്ട് പുറംകടലിലേക്ക് അല്ലെങ്കിൽ കപ്പൽ ചാലിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ദൂരെയായിട്ട് നമ്മുടെ കപ്പലുണ്ട്. ധാരാളം ചെറു വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. നമുക്ക് നോക്കാം, കപ്പലിനെ നോക്കാം. വളരെ ദൂരെ കപ്പൽ ചാലിലേക്ക് ഇപ്പോൾ കപ്പൽ എത്തിയിട്ടില്ല. കപ്പൽ ചാലിലേക്ക് എത്തുന്നതിന് മുന്നേയായി കപ്പലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, കടൽ തിരമാലകളെ ഇളക്കി മറിച്ച് ലോകത്തിലെ കപ്പൽ ഭീമൻ, അതായത് കടലിലെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ MSC അയർന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ബെർത്തിങ്ങിനായി കപ്പൽ ചാലിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ മുന്നിൽ ഒരു ടഗ് കാണാൻ സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ടഗ് നമ്മുടെ പോർട്ടിലെ പൈലറ്റുമായി ടഗ് വളരെ ഫാസ്റ്റായിട്ട് കപ്പലിലേക്ക് പ്രവേശിക്കുന്നതിനെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമാണ്. നമ്മൾ ഓരോരുത്തരും കാണണം, ഒരിക്കലെങ്കിലും കാണണം എന്ന് ആഗ്രഹിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർന കടന്നു പോകുന്നത്. ഇപ്പോൾ വളരെ ദൂരെയാണ് MSC അയർന ഉള്ളത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഷിപ്പിനെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഓരോ മലയാളികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. കാരണം സൗത്ത് ഏഷ്യയിൽ സിംഗപ്പൂർ പോർട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ പോർട്ടിലേക്കാണ് ഈ കപ്പൽ വരുന്നത്. രണ്ടാമത്തെ പോർട്ടിലെ പടക്കുതിര ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു പോർട്ടിൽ നിന്നും. ആ കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 4 ടഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പോയത് ഡോൾഫിൻ 28 ആണെങ്കിൽ ഇപ്പോൾ ഡോൾഫിൻ 29 ആണ് ഇപ്പോൾ പോകുന്നത്. കാരണം കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചാണ് കപ്പലിനെ നമ്മുടെ പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാഴ്ച തന്നെയാണ്. കാരണം അപ്പോൾ ചോദിക്കും, ഈ കപ്പൽ വേറെ ഒരു പോർട്ടിലും പോകുന്നില്ലേ? ഇത് പോകുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാസം കൊണ്ട് നമ്മുടെ പോർട്ടിൽ വളരെ കുറച്ച് മാസം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്നത് എന്നൊരു കാര്യം. അതൊരു സംഭവം തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകൾ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പോയ ടെഗ്, ഇപ്പോൾ ടെഗിൽ നിന്നും നേരെ കപ്പലിലേക്ക് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമുക്ക് ടെഗ് കുറച്ചടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കപ്പലിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി പൂർണ്ണമായിട്ടും കപ്പലിന്റെ കൺട്രോൾ നമ്മുടെ പോർട്ടിലെ പൈലറ്റിന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും.
അതുമാത്രമല്ല പോർട്ടിലെ പൈലറ്റും നമ്മുടെ ക്യാപ്റ്റൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തൊട്ടു മുന്നേ ഉള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കപ്പലിനെ കുറിച്ചും കപ്പൽ വിശേഷങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞ ക്യാപ്റ്റനാണ്, മലയാളി ക്യാപ്റ്റനാണ് നമ്മുടെ ഈ കപ്പലിലുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറംകടലിൽ തന്നെ, അതായത് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ചഗ് ബോട്ടുകൾ നമ്മുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച്, അതായത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ നമ്മുടെ പോർട്ടിലേക്ക് സ്വീകരിക്കുന്നതിനായി വാട്ടർ സല്യൂട്ട് നൽകുകയാണ് നമ്മൾ കാണാൻ സാധിക്കും. തൊട്ടു മുന്നേ പോയ ഡോൾഫിൻ 29 ആണ് ഇപ്പോൾ വാട്ടർ സല്യൂട്ട് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറണയെ നമ്മുടെ പോർട്ടിലേക്ക് ക്ഷണിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതുമാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നാൻ കാരണം നമ്മുടെ ഈ കപ്പലിലെ പൈലറ്റാണ്, മലയാളിയാണ് അദ്ദേഹം. വില്ലി ആന്റണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ മലയാള കരയിലേക്ക് ഒരു മലയാളി ക്യാപ്റ്റൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് മലയാളികൾക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കപ്പൽ ഇപ്പോൾ നമുക്ക് വളരെ വളരെ മനോഹരമായ ദൃശ്യമാണ്. ഇനി ഓരോ തവണ മുന്നോട്ട് നമ്മളുടെ വരുമ്പോഴും, അല്ലെങ്കിൽ ഓരോ കിലോമീറ്റർ മുന്നോട്ട് കടക്കുമ്പോഴും ആ ദൃശ്യം വളരെ മനോഹരം തന്നെയായിരിക്കും. ഇപ്പോൾ MSC ഐറണ എന്ന് പറയുന്ന ബാഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ കപ്പൽ ചാലിലേക്ക് കപ്പൽ തിരിഞ്ഞു കയറുന്ന ആ ഒരു ദൃശ്യം തീർച്ചയായിട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ മൂന്നാമത്തെ ടാഗും വന്നിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഡോൾഫിൻ 28, 29, 26 അങ്ങനെ 3 ടെക് ബോട്ടുകൾ നമുക്കിപ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. 3 ടെക് ബോട്ടുകളും കപ്പലിനെ സറൗണ്ട് ചെയ്യുന്നു. കപ്പൽ ചാലിൽ പ്രവേശിക്കുന്നതിന് മുന്നേയായി പൂർണ്ണമായിട്ടും അണ്ടർ കൺട്രോൾ പോലെ, അല്ലെങ്കിൽ പൂർണ്ണ കൺട്രോൾ പോർട്ട് ഏറ്റെടുക്കും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ കൺട്രോൾ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രതിനിധി തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും 3 ടെക് ബോട്ടിനെയും വാട്ടർ സല്യൂട്ട് ചെയ്യുന്ന ടെക് ബോട്ടിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതാണ്. വളരെ സൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ആ മനോഹരമായ ദൃശ്യത്തിലേക്ക്. വേറൊരു കാര്യമുള്ളത്, 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. അതായത് ഈ പോർട്ടിലെ ഈ കപ്പലിലെ ക്യാപ്റ്റനായ മിസ്റ്റർ വില്ലി ആന്റണി സാറുമായിട്ട് നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. വളരെ സിമ്പിളായിട്ട് തന്നെ, അധികം വലിയ കപ്പൽ ടേംസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന കപ്പലിലെ ക്യാപ്റ്റൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ തൊട്ടു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. MSC ഐറണ ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തൊട്ടു പിന്നിൽ ഒരു ടഗ് ഉണ്ട്. നമ്മുടെ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് വേണ്ടിയാണ് ആ ടഗ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സാവധാനം പൂർണ്ണമായിട്ടും കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച, അതായത് ടെക് ബോട്ടിന്റെ കൺട്രോളിൽ നമ്മുടെ ഈ പറയുന്ന പോർട്ടിന്റെ പൈലറ്റിന്റെയും അല്ലെങ്കിൽ മലയാളി ക്യാപ്റ്റന്റെയും കൺട്രോളിൽ കപ്പൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞ് നമ്മുടെ പോർട്ടിലേക്ക് ബെർത്തിങ്ങിന് ആവശ്യമായിട്ട് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഇനി കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 399.9 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത്. 61.3 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത്. 22.9 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 18 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 16.2 മീറ്ററാണ്. 22.5 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 24,346 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 2026 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ് MSC ഐറണ. അതായത് സാക്ഷാൽ MSC ഐറണയാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിലൂടെ നമ്മുടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന MSC ഐറണ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം പോർട്ടിലേക്ക് അല്ലെങ്കിൽ കേരള മണ്ണിലേക്ക് വരുന്ന കാഴ്ച. ഇന്ത്യയുടെ ഫ്ലാഗ് ലോകമെമ്പാടും ഉയർന്നു പറക്കാൻ സാധ്യതയുള്ള നമ്മുടെ പോർട്ടിന്റെ അല്ലെങ്കിൽ സാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പോർട്ടിലേക്കാണ് ഇപ്പോൾ കപ്പൽ ചാലിലൂടെ കപ്പൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തിരിഞ്ഞ് കപ്പൽ ചാലിനകത്തോട്ട് കയറുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. അതുമാത്രമല്ല,
നമ്മുടെ ഈ വില്ലി ആന്റണി സാർ തന്നെയാണ് കപ്പൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് 9/3/2029 കപ്പൽ നീറ്റിലിറങ്ങിയ സമയത്ത് ആ സമയത്ത് ക്യാപ്റ്റനും മലയാളി ക്യാപ്റ്റൻ തന്നെയാണ്. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇതിനു മുന്നേ നമ്മുടെ പോർട്ടിൽ MSC ടർക്കിയെ, MSC മിഷേൽ കാപ്പലിനി, ഈ MSC മിഷേൽ കാപ്പലിനിയും MSC ടർക്കിയും 2 കപ്പലും ദേ സെയിം അൾട്രാ ലാർജ് വെസലുള്ള കപ്പൽ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എങ്കിൽ പിന്നെ MSC അയർന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് കാണുന്ന വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. തിരമാലകളെ പൂർണ്ണമായിട്ടും കീറി മുറിച്ചുകൊണ്ട് MSC അയർന വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ്. അപ്പോൾ 6 കപ്പലുകളാണ് MSC ഒരേ സമയം ബിൽഡ് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യമായി ലോഞ്ച് ചെയ്ത കപ്പലാണ് MSC അയർന. അതുമാത്രമല്ല MSC മിഷേൽ കാപ്പലിനിയുടെ ക്യാപ്റ്റനും ഒരു മലയാളി തന്നെയാണ്. അതും നമുക്കൊരു അഹങ്കരിക്കാൻ പറ്റുന്ന, മലയാളികൾക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെയാണ് MSC മിഷേൽ കാപ്പൽ. 2 കപ്പൽ, അതായത് ഈ 6 കപ്പൽ ഓർഡർ കൊടുത്തതിൽ ആദ്യം ഇറങ്ങിയ കപ്പൽ MSC അയർനയാണെങ്കിൽ MSC ടർക്കിയെയും MSC മിഷേൽ കാപ്പലിനെയും നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പൊ 3ാമതായി വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണിത് എന്ന് പറയുമ്പോൾ ഈ MSC ടർക്കി MSC മിഷേലിനെയും ഇതേ വലിപ്പമുള്ള കപ്പലാണെങ്കിലും ആദ്യം ഇറങ്ങിയ കപ്പൽ MSC അയർന തന്നെയാണ്. അതാണ്, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ MSC അയർന തന്നെയാണ്. ആ സാക്ഷാൽ അയർനയാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന മനോഹരമായ ദൃശ്യമാണ്. നമ്മൾ പലപ്പോഴായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്ന വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെറിയൊരു ഫീഡർ വെസൽ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ക്രെയിനുമായി വരുമ്പോഴും നമ്മൾ പറയുണ്ടായി, ഞാൻ തന്നെ ഉറക്കെ പറയുണ്ടായി, ഒരു നാൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിൽ ബർത്ത് ചെയ്യും, അത് തീർച്ചയാണ് എന്ന് പലപ്പോഴും പറയുണ്ടായി. അന്നൊക്കെ ചിലവർ തമാശക്കെങ്കിലും അല്ലെങ്കിൽ കമന്റിലൂടെയെങ്കിലും അയച്ചിട്ടുണ്ട്, ഒരു കപ്പലെങ്കിലും ഇവിടെ ബർത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചവർ ഇപ്പോൾ എത്ര കപ്പലാണ് ഔട്ടർ ആങ്കറേജിലുള്ളതെന്നാണ് ചോദിക്കുന്നത്. പോർട്ടിൽ 3 കപ്പൽ കാണും, ചിലപ്പോൾ 2 കപ്പൽ കാണും. ഔട്ടർ ആങ്കറേജിൽ 5ഓളം കപ്പലുകളാണ് പലപ്പോഴുമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബെർത്ത് പൂർണ്ണമായിട്ടും 2028 ആകുമ്പോഴാണ്, കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു പൂർണ്ണമായിട്ട് എനർജിയോടെ വിഴിഞ്ഞം പോർട്ട് പ്രവർത്തിച്ചു തുടങ്ങുക. ഇപ്പോഴും എനർജിക്ക് കുറവൊന്നുമില്ല. എന്നാലും 5ഓളം കപ്പലുകൾ പോർട്ടിന്റെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പലിൽ ഏറ്റവും മുന്നിൽ ഏറ്റവും ഹൈറ്റുള്ള പ്ലേസിൽ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ഫോർമാസ്റ്റ് എന്ന് പറയുന്നത്. ഫോർമാസ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൽ നാവിഗേഷൻ ലൈറ്റുമുണ്ട്. കപ്പലിന്റെ ഏറ്റവും മുന്നിലെ പോർഷനാണ്. അതായത് ബ്രിഡ്ജിൽ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കപ്പലിന്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ കാണുന്നത് ഈ പറയുന്ന ഫോർമാസ്റ്റിലൂടെയാണ്. അതിൽ നാവിഗേഷൻ ലൈറ്റും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്. എന്തോ വലിയൊരു ബ്രിഡ്ജ്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബ്രിഡ്ജിന്റെ 2 സൈഡിൽ കാണുന്ന ഈ പോർഷനാണ് ബ്രിഡ്ജ് വിങ് എന്ന് പറയുന്നത്. ഇനി ആ ഗ്ലാസ് ഏരിയ പോർഷനെ നമുക്ക് വീൽ ഹൗസ് എന്ന് പറയാൻ പറ്റും. വീൽ ഹൗസ് ട്രാൻസ്പെറന്റ് ആണ്, അത് ഗ്ലാസ് കൊണ്ട് മറച്ചിരിക്കുന്നതാണ്. വലിയ വെയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കർട്ടൻ ഇട്ട് പല കപ്പലും വരുന്ന കാണാൻ സാധിക്കും. ഈ വീൽ ഹൗസിലാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കാണും, കപ്പലിലെ ക്യാപ്റ്റനായ മിസ്റ്റർ വില്ലി ആന്റണി സാർ കാണും, പിന്നെ ക്രൂ മെമ്പേഴ്സ് കാണും. നമുക്കിപ്പോൾ വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കണ്ടോ, വളരെ ചെറുതായിട്ട് നമുക്ക് അതിനകത്തുകൂടി കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് നീങ്ങുന്നത് കാണാൻ സാധിക്കും. ആരൊക്കെയെന്ന് അറിയില്ല, ചിലപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കും, ചിലപ്പോൾ പൈലറ്റ് ആയിരിക്കും. പൈലറ്റ് ആവാൻ ചാൻസ് ഇല്ല, പൈലറ്റിന് തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ആരും അവിടെ നിന്ന് മൊബൈലിൽ ഫോട്ടോസ് ഒക്കെ എടുക്കും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാവാം. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ ഈ കാണുന്നത് മങ്കി ഐലൻഡ് ആണ്. മങ്കി ഐലൻഡിനോട് കണക്ടിങ്, മങ്കി ഐലൻഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗം നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ് എന്നിവ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കപ്പലുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ പറയുന്ന കപ്പലിന്റെ പല ഭാഗത്തായിട്ടുള്ള അതിൽ നമ്മുടെ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നത് നമ്മുടെ ബ്രിഡ്ജ് പോർഷനിലായിരിക്കാം. പല പോർഷനിലാണ് നമ്മൾ ഈ കണ്ട എക്യുപ്മെന്റ്സിന്റെ ഔട്ട്പുട്ട് മോണിറ്ററിംഗ് വരുന്നത്. കപ്പൽ വളരെ സാവധാനം കപ്പൽ ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാട്ടർ സല്യൂട്ടോട് തന്നെ കപ്പൽ നീങ്ങുന്ന കാണാൻ സാധിക്കും. അനേകം ജനങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പോർട്ട് ഇപ്പോൾ ഇത്രത്തോളം നിലവാരത്തിലെത്തിയിട്ടുള്ളത്. അവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഒരിക്കലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇവിടെ വരുമെന്ന് ഉറച്ച് വിശ്വസിച്ചവരുണ്ട്, ഞാൻ ഉൾപ്പെടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ വിശ്വസിച്ചവരുണ്ട്.
അവർക്ക് വളരെയധികം മനസ്സിൽ കുളിർമ തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇപ്പോൾ കപ്പൽ ചാലിലൂടെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് MSC അയർന മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കപ്പലിന് ഇപ്പോൾ 16.2 മീറ്റർ ഡ്രാഫ്റ്റാണുള്ളത്. പക്ഷേ കപ്പൽ പോകുന്ന ആ സമയം നമ്മൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പൽ വളരെ 16.2 മീറ്റർ ആണെങ്കിലും ആ ഒരു ക്ലിയറൻസ് ഏകദേശം 3 മീറ്ററോളം വേണം. പക്ഷേ 1 മീറ്ററോളം കപ്പൽ താഴ്ന്നു പോകും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ എത്ര മീറ്ററാണ് ഡ്രാഫ്റ്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഓരോ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ MSC അയർനയുടെയും ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വാട്ടർ സല്യൂട്ട് കൊടുത്ത് നമ്മുടെ കപ്പലിനെ പോർട്ടിനകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വളരെ മനോഹരമായ ദൃശ്യം എന്ന് തന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു വാട്ടർ സല്യൂട്ടിലൂടെ ഡോൾഫിൻ 29 ആണ് അതിശയിപ്പിക്കുന്ന രീതിയിൽ വാട്ടർ സല്യൂട്ട് കൊടുത്ത് MSC അയർന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ പോർട്ടിനകത്തോട്ട് കൊണ്ടുപോകുന്ന മനോഹരമായ ദൃശ്യം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ വളരെ വ്യക്തമായിട്ട് വീഡിയോ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. MSC അയർന വന്നു കഴിഞ്ഞതോടെ തൊട്ടടുത്തുള്ള ഇന്റർനാഷണൽ ലെവലിലെ പോർട്ടുകൾ അതിശയത്തോടെ തന്നെയായിരിക്കും നമ്മുടെ പോർട്ട് നോക്കിക്കാണുന്നത്. കാരണം സൗത്ത് ഏഷ്യയിൽ സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരൊറ്റ പോർട്ടിൽ പോലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ ഒരൊറ്റ പോർട്ടിൽ പോലും ഇതുവരെ ബർത്ത് ചെയ്തിട്ടില്ലാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ MSC അയർന നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ പേര് നമുക്ക് ഒന്നത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഉച്ചരിക്കാൻ പറ്റുന്ന MSC അയർന. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെ വരും നമുക്ക്. ഇപ്പോൾ നമ്മുടെ PSC ആയാലും SSC ആയാലും ഏത് ഫീൽഡിലുള്ളവരും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. സൗത്ത് ഏഷ്യയിൽ സിംഗപ്പൂർ പോർട്ട് കഴിഞ്ഞാൽ അടുത്ത പോർട്ടിൽ ബർത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു പോർട്ടിൽ ബർത്ത് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രം ഒരേ ഒരു പോർട്ടിൽ ബർത്ത് ചെയ്തിട്ടുള്ള ആ ഒരു കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഏതാണ്? അത് MSC അയർന. അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ലോകത്തിലെ MSC അയർന എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യയിലെ ഒരേ ഒരു പോർട്ടിൽ മാത്രമേ ബർത്ത് ചെയ്തിട്ടുള്ളൂ. ആ പോർട്ട് ഏതാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്. വളരെ അഭിമാനത്തോടെയാണ് നമുക്കത് പറയാനായി സാധിക്കുന്നത്. കാരണം ട്രയൽ റൺ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ മാസങ്ങൾ കൊണ്ട് ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിക്കാനും ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനും സാധിക്കുന്നത് നമ്മുടെ പോർട്ടിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഉറച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാ ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കപ്പലിന്റെ ഡ്രാഫ്റ്റ് നമുക്ക് ഈ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. നമുക്കറിയാം ഷിപ്പ് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനോട് സംസാരിച്ചപ്പോൾ തന്നെ കപ്പലിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് 16.2 മീറ്റർ ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 17 മീറ്ററോളം, പൂർണ്ണമായിട്ടും 17 മീറ്റർ കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ കപ്പൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതേ ഉള്ളൂ. കപ്പൽ ചാലിലൂടെയാണ് പോകുന്നത്. നല്ലൊരു തിരമാലയുണ്ട്. അതിനാൽ 16-17 മീറ്റർ ആണ് ഇപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും 17 മീറ്ററിന് മുകളിൽ കടൽ ജലം മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നല്ലൊരു ഡ്രാഫ്റ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് വളരെ കോൺഫിഡന്റോടെ തന്നെ വരുന്നത്. കാരണം നമ്മുടെ പോർട്ട് ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട ഡീപ്പ് വാട്ടർ പോർട്ടിലൊന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എൻട്രൻസിലൂടെ നമ്മുടെ പോർട്ടിലോട്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബ്രേക്ക് വാട്ടർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പോർട്ടിനകത്തോട്ട് ഷിപ്പിന്റെ ഏറ്റവും മുന്നിലെ പോർഷൻ ഇപ്പോൾ ഉള്ളിലേക്കായിരിക്കുന്ന കാഴ്ച. ഡോൾഫിൻ ടഗുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി തിരമാലയില്ല. കാരണം 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിന്റെ പ്രൊട്ടക്ഷനാണ് നമുക്കുള്ളത്. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കപ്പലിന്റെ തന്നെ ലൈഫ് ബോട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെല്ലാ കപ്പലിനെയും സൂം ചെയ്യും. എമർജൻസി ഘട്ടത്തിൽ ഈ ലൈഫ് ബോട്ടാണ് ക്രൂ മെമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ആ ലൈഫ് ബോട്ട് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രിഡ്ജിന്റെ സൈഡ് പോർഷനിലാണ്, അല്ലെങ്കിൽ വിങ് പോർഷന്റെ താഴെയാണ് ഈ പറയുന്ന ലൈഫ് ബോട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ത്യൻ ഫ്ലാഗ് ഇപ്പോൾ പറക്കുന്ന കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ ഇന്ത്യൻ ഫ്ലാഗ് പതിപ്പിക്കുന്ന പറന്നു പോകുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ കാറ്റത്ത് പറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ലോക കപ്പലിൽ തന്നെ ഇന്ത്യൻ ഫ്ലാഗ് പറക്കുന്നതിന് അവസരമൊരുക്കുകയാണ് നമ്മുടെ പോർട്ടിലൂടെ. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേക്ക് ആക്കം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്.
ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ തോന്നുന്നു. ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോർട്ട്. അതിനാക്കാൻ കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയരണ ഇപ്പോൾ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന കാഴ്ച, അതും നല്ലൊരു ഡ്രാഫ്റ്റോടെ തന്നെയാണ്. 16.2 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് കപ്പൽ ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ, അതായത് ബ്രിഡ്ജ് പോർഷൻ തന്നെ. ബ്രിഡ്ജ് പോർഷനെക്കാട്ടിയും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് എഞ്ചിൻ പോർഷൻ. എഞ്ചിൻ പോർഷനുള്ള ഒരു പോർഷനാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. എഞ്ചിന്റെ ഔട്ട്പുട്ട് എക്സോസ്റ്റ് പോകുന്ന പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ തന്നെയാണ് എക്സോസ്റ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം പൊല്യൂഷൻ കുറവ്, മറ്റു കപ്പലുകളെ അപേക്ഷിച്ച് വളരെയധികം പൊല്യൂഷൻ കുറവ് എന്ന് തന്നെയാണ് നമുക്ക് ഈ കപ്പലിന്റെ പുതിയ ടെക്നോളജി എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നതും. അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും. നമുക്ക് ഈ ഫണലിലേക്ക് കയറേണ്ട സ്റ്റെയർ ഒക്കെ നമുക്കിവിടെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. MSC എന്ന് പറഞ്ഞ ബാഡ്ജിയും കാണാൻ സാധിക്കും. ഇതാണ് കപ്പൽ MSC അയരണ. തൊട്ട് ബാക്കിലായിട്ട് 2 ടെഗും പൂർണ്ണമായിട്ടും കൺട്രോളിൽ ടൈ ചെയ്തതിനു ശേഷം കപ്പലിനെ വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർണ്ണമായിട്ട് കഴിഞ്ഞ് നമ്മുടെ പോർട്ടിനകത്തോട്ട് കപ്പൽ പൂർണ്ണമായിട്ടും എൻട്രായിരിക്കുന്നു. ഇനി തിരമാലയില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ബെർത്തിങ് നടത്താനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ ഈ പോർട്ടിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഇട്ടത് 16.8 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലാണ്. അപ്പോൾ നിലവിൽ ഈ കപ്പലിന് 16.2 മീറ്ററേ ഉള്ളൂ. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ് MSC അയരണ. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് 3 ടെഗിനെ കാണാൻ സാധിക്കും. 3 ടെഗിലും ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കപ്പലിനെ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തു നിന്നാണ് തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ 2 ടെർമിനലാണ് നിലവിലുള്ളത്, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടെർമിനൽ 1-ൽ നിലവിൽ ഈ കപ്പൽ പ്രവേശിക്കുന്നതായിരിക്കും. ടെർമിനൽ 2-ൽ വേറൊരു കപ്പലുണ്ട്. നമുക്ക് ഉടൻ തന്നെ ആ ഒരു വീഡിയോയിലേക്ക് പോകും. അതിനു മുന്നേ നമുക്ക് ഈ കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നതിനാവശ്യമായ ഹെവി റോപ്പ് ടൈ ചെയ്ത ടെക്കുകൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൂടെയാണോ ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണോ, എങ്ങനെയാണ് ഇത് 180 ഡിഗ്രിയിൽ തിരിച്ചാൽ മാത്രമേ നമ്മൾ ഈ കണ്ട ബെർത്തിലേക്ക് പോകാനായി സാധിക്കുള്ളൂ. ആ ബെർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതോടൊപ്പം ടെർമിനൽ 2-ൽ ഇപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്യാം. ഏത് കപ്പലാണ് ഉള്ളതെന്ന് നമുക്ക് സൂം ചെയ്യാം. MSCയുടെ തന്നെ MSC മോണിക്ക 3 എന്ന് പറയുന്ന കപ്പലാണുള്ളത്. ആ കപ്പലിൽ നിന്നും കണ്ടെയ്നർ മൂവ്മെന്റ് നടത്തുന്ന STS ക്രെയിനുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ടെർമിനൽ 1-ലേക്കാണ് MSC അയരണ പോകുന്നത്. ഇപ്പോൾ 2 ടെർമിനലാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ടെർമിനൽ 2-ലെ 4 STS ക്രെയിനിന്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് കപ്പലിന്റെ ബൂം എന്ന് പറയുന്നത്. പോർട്ടിന്റെ STS ക്രെയിനിന്റെ ബൂം എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 72 മുതൽ 78 മീറ്റർ വരെയാണ് ലെന്ത് ഉള്ളത്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ബീം എന്ന് പറയുന്നത് 61.3 മീറ്റർ ആണ്. അപ്പോൾ ആ 61.3 മീറ്ററിൽ നിന്നും ഏറ്റവും എൻഡ് പോർഷൻ നിന്നും കണ്ടെയ്നർ എടുക്കാൻ അതിനെക്കാട്ടി നീളം കൂടുതലുള്ള ബൂം തന്നെ വേണം. തീർച്ചയായിട്ടും 72 മീറ്റർ മുതൽ 78 മീറ്റർ ആണ്, 72 മീറ്റർ ആണെന്ന ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. ബൂമിന് നീളമുള്ള ആ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള STS ക്രെയിന് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നമുക്കിപ്പോൾ കാണാൻ സാധിക്കും മുന്നിൽ നിൽക്കുന്ന ടെഗ് തീർച്ചയായിട്ടും ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നറിയില്ല. ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ടെഗ് നമുക്ക് നോക്കാൻ ഇരിക്കുന്നത് ഡോൾഫിൻ 26 ആണെന്ന് തോന്നുന്നത്. 26 ആണ്, 26, 27, 28, 29 അങ്ങനെ 4 ടെക് ബോട്ടുകളാണ് നമ്മുടെ പോർട്ടിലുള്ളത്. 26 ആണ് ഇപ്പോൾ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നാണ് കപ്പൽ തിരിക്കുന്നത്. ധാരാളം ആൾക്കാർ കപ്പലിനെ കാണാൻ വളരെ ദൂരെയായിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇതാ പൂർണ്ണമായിട്ടും കപ്പൽ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറയേണ്ട പോർട്ടിനകത്ത് പ്രവേശിച്ചിരുന്നു. ഈ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും തിരിയുന്നത് നമുക്കിവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ വളരെ അനായാസന തിരിഞ്ഞ് ബെർത്ത് ചെയ്യാൻ പോകുന്നത്. അതൊരു കാഴ്ച തന്നെയായിരിക്കും. മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച എടുത്തെടുത്ത് പറയേണ്ട കാരണം ഈ പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച വർഷങ്ങളോളം പ്രവർത്തിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കുളിർമ തന്നെയായിരിക്കും. ഇനി ലോകം ഏറ്റെടുക്കുന്ന പോർട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ്
MSCയുടെ തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് വന്നിരിക്കുന്നു. അതുമാത്രമല്ല MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾ ധാരാളമായി വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് ഇപ്പോൾ ഓൾറെഡി പലരും ചോദിക്കുന്നത് മറ്റുള്ള കപ്പലുകൾ എന്തുകൊണ്ട്, മറ്റുള്ള കപ്പൽ കമ്പനികൾ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ MSC അയർന തന്നെ 3-4 ദിവസമാണ് പുറത്ത് വെയിറ്റിംഗിലായിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ ബെർത്ത് പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ കപ്പലുടെ ചാർട്ട് അനുസരിച്ച് ബെർത്തിൽ ഇനി പറ്റില്ല പുതിയൊരു കമ്പനിയുടെ കപ്പൽ വരാൻ വേണ്ടി. അതാണ് കാരണം, അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. വേറെ കപ്പലുകൾ വരാത്തതിന് കാരണം വേറെ ഒന്നുമില്ല. ഈ ഒരു കാരണം കൊണ്ട് വളരെ ചെറിയ ബെർത്താണ്. ആകെ നമുക്കറിയാം 800 മീറ്റർ നീളമുള്ള ബെർത്ത് തന്നെയാണ്. 2028 ആകുമ്പോഴാണ് ഏകദേശം 1200 മീറ്റർ ബെർത്തിന്റെ നീളം കൂടി 2000 മീറ്റർ ആക്കുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് വേറെ കമ്പനിയുള്ള കപ്പലുകളും വരും. ഇപ്പോൾ ഓൾറെഡി MSC തന്നെ ഫുൾ ബെർത്ത് സദാസമയം ബുക്കിംഗ് തന്നെയാണ്, വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും 4-5 കപ്പലുകൾ വെയിറ്റിംഗ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വന്നതുകൊണ്ടാണ് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായി സാധിച്ചത്. കാരണം ഇപ്പോൾ ഏകദേശം 8 ലക്ഷം TEUക്ക് അടുത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ 7.5 ലക്ഷം TEUക്ക് മുകളിൽ തന്നെ ഏകദേശം പറഞ്ഞു വന്നാൽ 8 ലക്ഷത്തിന്റെ അടുത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചത് വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് MSCയെ പോലെ വലിയൊരു കമ്പനി നമ്മുടെ പോർട്ടിൽ വന്നതുകൊണ്ട് തന്നെ എന്ന് നമുക്ക് ഉറച്ചു വിളിച്ചു പറയാനായി സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികൾ ഒന്ന് തന്നെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ധാരാളം കപ്പലുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും MSCയുടെ തന്നെയാണ്. അതാണ് ഇപ്പോൾ നിൽക്കുന്ന MSC അയർന. നമുക്ക് വളരെ ദൂരെയായിട്ട് നമ്മുടെ പോർട്ടും നമ്മുടെ കണ്ടെയ്നർ യാർഡ് പോർഷനും STS ക്രെയിനുകളും MSC അയർനയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഉദയസൂര്യന്റെ കിരണങ്ങൾ പതിച്ച് കപ്പൽ തിളങ്ങുന്നതാണ് കാണാൻ സാധിക്കും. കപ്പൽ മാത്രമല്ല കണ്ടെയ്നറും തിളങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ സൂം ഔട്ട് ചെയ്ത്. അതൊരു കാഴ്ച തന്നെയാണ്. കാരണം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഭാതമാകുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അല്ലെങ്കിൽ മലയാളി ഉണർന്നെണീക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വാർത്ത കേട്ടിട്ട് തന്നെയായിരിക്കും. ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വരുന്നത് കാണാൻ വേണ്ടി, നമ്മുടെ പോർട്ടിൽ വരുന്നതിന് കാണാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് കപ്പൽ തിളങ്ങുന്നതോടൊപ്പം ഈ യാർഡിലെ കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് ഒഴിക്കഴിഞ്ഞാൽ ഇപ്പോൾ MSCയുടെ കണ്ടെയ്നറാണ്. ഇപ്പോൾ കപ്പലിലുള്ള കണ്ടെയ്നറും യാർഡിലുള്ള കണ്ടെയ്നറിൽ 90% MSCയുടെ കണ്ടെയ്നർ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നറാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല പുതിയതായിട്ട് ഈ ലോറിയുടെ ചെയ്സ് ആണെന്ന് തോന്നുന്നു, ചെയ്സിന്റെ പോർഷനും കണ്ടെയ്നർ രൂപത്തിൽ പല രൂപത്തിലും വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 20 ഫുട്ടും ഈ പറയുന്ന 40 ഫുട്ടിനെ കണ്ടെയ്നർ അല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ പ്രോഡക്റ്റിന്റെ സൈസ് അനുസരിച്ച്, അതായത് ഇപ്പോൾ നിലവിൽ ട്രക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കണ്ടെയ്നർ അത് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന്റെ സൈസ് അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പല ഷേപ്പിലും കണ്ടെയ്നർ രൂപത്തിലും അല്ലാതെയും ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിക്കുന്നതാണ് നമ്മുടെ കപ്പൽ മാർഗം. അതായത് നമുക്ക് തന്നെ അറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് കൈമാറ്റം നടത്തുന്നത് കപ്പലിലൂടെ തന്നെയാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ പോർട്ടുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോർട്ടുള്ളവർക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയാം. അതൊരു ഉത്തമ ഉദാഹരണമാണ് ചൈന. ഇപ്പോൾ പല കപ്പലുകളും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന MSC അയർന ജെയ്ഡ് സർവീസിന്റെ കപ്പലാണ്. എയർന സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ ക്യാപ്റ്റനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ ക്ലിപ്പ്, തീർച്ചയായിട്ടും ഓഡിയോ ക്ലിപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാണ്. ഈ കപ്പൽ MSC അയർന ജെയ്ഡ് സർവീസിലെ കപ്പലാണ്. കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയ്ക്ക് ശേഷം ബൊസാൻ പോർട്ടിൽ പോകും. ബൊസാൻ പോർട്ടിൽ പോയിട്ട് പിന്നെയും ചൈനയിൽ വരും. കാരണം ചൈനയിൽ യാൻജൻ പോർട്ട് ഉൾപ്പെടെ ലോകത്തിൽ തന്നെ വലിയ വലിയ പോർട്ടുകൾ ഉണ്ടാവാൻ കാരണം ലോകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്ക സാധനങ്ങളും ഏകദേശം 50% മുകളിൽ അല്ലെങ്കിൽ 60% മുകളിൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ചൈന തന്നെയാണ്. അതിനാൽ ലോകത്തിലെ തന്നെ വൻകിട കപ്പലുകൾ ലോഞ്ച് ചെയ്യുന്നത് തന്നെ ചൈനയിലെ ഏതെങ്കിലും പോർട്ടിൽ നിന്നായിരിക്കും. അത് ഏതെങ്കിലും ഒരു സീരീസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, സർവീസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കപ്പൽ തന്നെയാണ് MSC ഈ പറയുന്ന അയർനയും. അതിനാൽ അവിടെ നിന്നും സാധനം അല്ലെങ്കിൽ ചരക്ക് കയറ്റിയതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗത്തേക്കും സെയിലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് MSC ജെയ്ഡ് സർവീസിന്റെ ഭാഗമായിട്ട് വന്ന MSC അയർനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ ഫണൽ, അതായത് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫണലിന്റെ പോർഷനാണ് നമ്മൾ കാണാൻ സാധിക്കണ്ടോ. ഇത് ഈ ഫണലിന്റെ പോർഷനാണ്, കപ്പലിലെ ഹാർട്ട് എന്ന് തന്നെ പറയാം. ഈ എഞ്ചിനിൽ നിന്നുള്ള എക്സോസ്റ്റ് പോകുന്നതും എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഒന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഈ കപ്പൽ തിരിയുന്ന സമയത്ത് ഞാനത് സൂം ചെയ്തുണ്ടോ. ഇപ്പോൾ നമുക്ക് ഫണൽ പോർഷൻ നേരത്തെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയി വളരെ എളുപ്പം കാണാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഫണൽ പോർഷൻ കാണാൻ സാധിക്കും. ഒരു പരിസ്ഥിതി സൗഹാർദ്ദ ഫണൽ എന്ന് നമുക്ക് പറയാം. കാരണം ഈ കപ്പലിൽ നിന്ന് വിടുന്ന പൊല്യൂഷൻ വളരെ കുറവ് തന്നെയാണ് മറ്റുള്ള കപ്പലുകളെ അപേക്ഷിച്ച്. ഇനി ഇതുപോലെ എല്ലാ കപ്പലുകളും ഉടൻ തന്നെ വരുമായിരിക്കും. പുതിയ ടെക്നോളജിയുള്ള കപ്പലുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, വരും കപ്പലുകൾ മെത്തനോളിന്റെ കപ്പലുകൾക്ക് വരുവാണെങ്കിൽ, മെത്തനോൾ ഉപയോഗിച്ച് കപ്പലുകൾ ഓട്ടുവാണെങ്കിൽ ഈ പറയുന്ന 100% പൊല്യൂഷൻ പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന കപ്പലുകൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന മെത്തനോളായി മാറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം 99% കപ്പലിലൂടെയാണ് അല്ലെങ്കിൽ ചരക്ക് നീക്കം അല്ലെങ്കിൽ കടൽ മാർഗമാണ് ചരക്ക് നീക്കം നടക്കുന്നത്. അതിനാൽ പൊല്യൂഷൻ വളരെ കൂടുതൽ തന്നെയാണ്. നമുക്ക് വ്യവസായവും ബിസിനസ്സും മനുഷ്യന് ആവശ്യം തന്നെയാണ്. ലോകരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പണം അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഡോളറായാലും പല ഈ രീതിയിലൂടെയും പല രാജ്യങ്ങളും പണം സമ്പാദിക്കുന്നത്. പക്ഷേ സമ്പാദ്യത്തിനോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യ ആരോഗ്യത്തിന് വളരെ വലുത് തന്നെയാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തിലും. അതിലും നമ്മുടെ മെഥനോൾ പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം ആ പൊല്യൂഷൻ കുറയ്ക്കുന്നതോടൊപ്പം, അതായത് ജനങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതോടൊപ്പം ലോക തലമുറയ്ക്ക് ഒരു ഗ്രീൻ എനർജി എന്ന് തന്നെ മെഥനോളിനെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത്, തൊട്ടു മുന്നേ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ കപ്പലിന്റെ എക്യുപ്മെന്റ്സ് ആണ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്നാലും വെറൈറ്റി കണ്ടെയ്നറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്ത് കാണാനായി സാധിക്കും. കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുമ്പോൾ അത് കാണാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ MSC അയരണ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയാണ് കപ്പലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വാട്ടർ സല്യൂട്ട് നൽകി ചഗിനെയും, അതായത് പോർട്ടിനകത്തും കപ്പൽ ചാലിലും പുറംകടലിലും വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ച് കപ്പലിനെ നമ്മുടെ പോർട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച. ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും കപ്പൽ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഡോൾഫിൻ 29 ആണ് ഈ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ നമ്മുടെ പോർട്ടിനകത്തോട്ട് സ്വീകരിക്കുന്നത്. അതൊരു സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. കാരണം കപ്പലിന്റെ ക്യാപ്റ്റൻ വില്ലി ആന്റണി സാർ ഒരു മലയാളി തന്നെയാണ്. അതിനാൽ അദ്ദേഹത്തിനും ഏറ്റവും സന്തോഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ, ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിൽ ഒരു പുതിയതായി തുടങ്ങിയ പോർട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നങ്കൂരമിടുന്ന അല്ലെങ്കിൽ ബർത്തി എന്ന കാഴ്ച ഏറ്റവും മുന്നിലായിട്ട് നമുക്കൊരു ക്രൂ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കും. കണ്ടോ, വളരെ അതിശയത്തോടെ നമ്മുടെ പോർട്ടിനെ നോക്കി കാണുകയായിരിക്കും ചിലപ്പോൾ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിലാണ് സ്ഥിരമായിട്ട് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2023 ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടിൽ പോയിക്കൊണ്ടിരുന്ന കപ്പൽ ഇപ്പോൾ നമ്മുടെ പോർട്ടിലും വന്നിരിക്കുന്നു, നമ്മുടെ പോർട്ടിലും വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് നമ്മുടെ ഈ പോർട്ടും ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും തമ്മിൽ. അതായത് വെറും ഷിപ്പിംഗ് റൂട്ട് എന്ന് പറയാൻ സാധിക്കില്ല, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിന്റെ 10 നോട്ടിക്കൽ മൈൽ അകലെ. ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഉറച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ അത് മാത്രമല്ല, ഈ ടൈഡ് അല്ലെങ്കിൽ വേലി ഇറക്കം എന്ന് പറയുന്നത് ഏകദേശം 45-50 സെന്റിമീറ്റർ വരെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, നിലവിൽ ഇപ്പോൾ നമ്മൾ 18 മുതൽ 22 മീറ്റർ വരെ ഡീപ്പ് വാട്ടർ ഉള്ള നമ്മുടെ പോർട്ടിൽ 45 മുതൽ 50 സെന്റിമീറ്റർ വരെ ടൈറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേലിയേറ്റവും എന്ന് പറയുമ്പോൾ സദാസമയവും ഏത് സമയത്ത് വേണോ കപ്പലുകൾക്ക് നമ്മുടെ പോർട്ടിൽ ബർത്ത് ചെയ്യാനായി സാധിക്കും. പക്ഷേ ഇന്ത്യയിലെ തന്നെ പല പോർട്ടിലും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പല പോർട്ടുകളിലും കപ്പൽ വെയിറ്റിംഗ് ആണ്. കാരണം അപ്പോൾ ബർത്തിൽ ചിലപ്പോൾ കപ്പലേ കാണില്ല, എന്നാലും പുറത്ത് വെയിറ്റിംഗ് ആയിരിക്കും. കാരണം വേലി ഇറക്കം കാരണം 4-5 മീറ്റർ ആണ് ഈ പറഞ്ഞ ഡീപ്പ് വാട്ടർ മാറുന്നത്. ചിലപ്പോൾ അവിടെ ഉള്ളത് ആകെ 18 മീറ്ററോ 20 മീറ്ററോ ആണെങ്കിൽ 4 മീറ്റർ മാറുമ്പോൾ 16 മീറ്ററിലോട്ട് മാറും. ചിലപ്പോൾ 5 മീറ്റർ മാറിക്കഴിഞ്ഞാൽ 15 മീറ്ററിലോട്ട് വരും. 15 മീറ്റർ ഈ പറയുന്ന ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ടിനകത്ത് 16.2 മീറ്ററുള്ള MSC അയരണ ഇപ്പോൾ നിലവിൽ MSC അയരണയ്ക്ക് 16 മീറ്റർ ആണ്, 16.2 ആണ്.
ഇതുപോലുള്ള 15 മീറ്റർ മുകളിലുള്ള കപ്പൽ വന്നാൽ ചിലപ്പോൾ പുറത്ത് വെയിറ്റിംഗ് ആണ്, വേലിയേറ്റത്തിന്റെ വേലിയിറക്കത്തിന്റെ, അല്ലെങ്കിൽ വേലിയേറ്റിയാൽ മാത്രമേ ഇനി അടുത്ത് കടലിൽ കൂടുതൽ പോർട്ടിൽ വെള്ളമെത്തൂ, അതിനുശേഷമേ കപ്പൽ കയറാൻ സാധിക്കൂ. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ലോകത്തിന് നിലനിൽക്കുമ്പോഴാണ് നാച്ചുറലായിട്ട് തന്നെ വെറും ടൈവർ അല്ലെങ്കിൽ ഈ പറയുന്ന വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന 45 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ ആലോചിക്കുക, പലരും ചോദിക്കുന്നുണ്ട് ആ കപ്പൽ വരുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം കപ്പലുകൾ രാത്രിയാണ് പോർട്ടിനകത്ത് പ്രവേശിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം അതൊരു പോസിറ്റീവാണ്. കാരണം ഏത് സമയത്ത് വേണോ നമ്മുടെ പോർട്ടിനകത്ത് കപ്പലിനെ ബർത്ത് ചെയ്യാനായി സാധിക്കും. വേലിയിറക്കി റേഷ്യോ വളരെ കുറവാണ്. അതിനാൽ ഏത് സമയത്തും എത്ര വലിയ ഡ്രാഫ്റ്റിലുള്ള കപ്പൽ വന്നാലും നമ്മുടെ പോർട്ടിൽ ബർത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പോർട്ടിലേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ. എനിക്ക് വിരസത തോന്നില്ല. പലർക്കും ഇത് കേട്ട് കമന്റ് വരുമെന്ന് എനിക്കറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് അയർനെയാണെന്നറിയാം. എന്നാലും മനസ്സിന് വളരെ സന്തോഷമാണ്. പലപ്പോഴായിട്ട് ഈ കപ്പലിനെ ഒരിക്കൽ പോലും കാണാതെ തന്നെ നമ്മൾ പറയുണ്ടായി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ഒരു ദിവസം നമ്മുടെ പോർട്ടിൽ വരും. നമ്മുടെ പഴയ ഏകദേശം 400ഓളം വീഡിയോ ഞാൻ പോർട്ട് അപ്ഡേഷനും നമ്മുടെ കപ്പൽ വീഡിയോ മറ്റും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് കടന്നു വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോർട്ടിൽ വന്നിരിക്കുന്നു. ഇനി നമ്മുടെ പോർട്ടിൽ വന്ന കപ്പൽ ബർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഹെവി 4 ടെക് ബോട്ടിനെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ടെക് ബോട്ട് ഒരു പുഷ് ചെയ്തിട്ടായിരിക്കും കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ പറയുന്ന ഫ്രണ്ടും ബാക്കും പോകാനാണ് കപ്പൽ പ്രൊപ്പല്ലറിലുള്ളത്. നമുക്ക് സൈഡിലേക്ക് പോകാനായി നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ടെക് ബോട്ടിന്റെ സഹായമുള്ളത്. പക്ഷേ പല കപ്പലുകൾക്കും ചിലപ്പോൾ ഈ സൈഡിലേക്ക് മൂവ്മെന്റ് ഉള്ള രീതികളുള്ള ടെക്നോളജികളുണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കപ്പലുകൾക്ക് സ്വയം തന്നെ കൺട്രോൾ ചെയ്ത് തിരിയാനായി സാധിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ചില കപ്പലുകൾക്ക് മാത്രമേ അതുള്ളൂ, എല്ലാ കപ്പലിനും അതില്ല. MSC അയർനെക്ക് ഇല്ല എന്ന് തന്നെ പറയാം. MSC അയർനെക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോർട്ടിൽ വന്ന നമ്മൾ കണ്ട പോർട്ടിൽ ഈ പറയുന്ന MSC ടർക്കിയേക്കും MSC മിഷേൽ കാപ്പലിനിക്കും MSC അയർനെക്കും ഈ സീരീസിലെ കപ്പലുകൾക്കൊന്നുമില്ല. ചുരുക്കം ചില കപ്പലുകൾക്ക് ഇങ്ങനെ തിരിയാനായി സാധിക്കും. അത് അഡീഷണൽ ഫിറ്റിംഗ്സ് എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊപ്പല്ലർ വെച്ച് അഡീഷണൽ ആയിട്ട് ഫിറ്റിംഗ്സ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. എന്നാലും ഇപ്പോൾ വാട്ടർ സല്യൂട്ട് നൽകി MSC അയർനെയെ ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്നും തീർച്ചയായിട്ടും തിരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരം. ഇതൊക്കെ കുറച്ച് റിപ്പീറ്റേഷൻ വേർഡ് വരാൻ ചാൻസ് കൂടുതലാണ്, കമന്റ് വരും എന്ന് എനിക്കറിയാം. എന്നാലും വളരെയധികം സന്തോഷമാണ്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഈ കപ്പലിനെ പ്രതീക്ഷിച്ചിരുന്നു തന്നെയാണ്. തീർച്ചയായിട്ടും കപ്പൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും കപ്പൽ തിരിയുന്ന ഒരു കാഴ്ച പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, കപ്പൽ പൂർണ്ണമായിട്ടും 180 ഡിഗ്രിയിൽ തിരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ടെക് ബോട്ടുകളെയും കാണാൻ സാധിക്കും. ഡോൾഫിൻ 26, 27, 28, 29. അതിൽ 29 ആണ് ഇപ്പോൾ ഈ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നത്. കണ്ടോ, ഇതാ തിരിഞ്ഞു വരുന്ന കാഴ്ച. കാരണം 2028 ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ഏകദേശം 2960 മീറ്ററാണ് നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ബ്രേക്ക് വാട്ടർ, അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കപ്പൽ നിൽക്കുന്ന ഈ പ്ലേസ്, നമ്മൾ നേരത്തെ കപ്പൽ വന്നപ്പോൾ കപ്പൽ ചാലിലൂടെ കപ്പൽ കടന്നു വന്നപ്പോൾ തിരമാലയുടെ പവർ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് കാരണം നമുക്ക് ഡ്രാഫ്റ്റ് പോലും 16, 17 മീറ്റർ അങ്ങനെയൊക്കെയാണ് പോകുന്നത്, 18 മീറ്റർ അങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, വെള്ളം അനങ്ങുന്നില്ല. കാരണം ഈ വാട്ടർ സല്യൂട്ട് നൽകി വെള്ളം അനങ്ങുന്നതല്ല, അതായത് കപ്പൽ തിരിയുന്ന അനങ്ങുന്നതല്ല, തിരമാലകൾ ഇതിനകത്തൊട്ടില്ല. അപ്പോൾ സേഫായിട്ട് നമ്മുടെ ഈ കപ്പലിനെ ഹെവി റോപ്പ് ഉപയോഗിച്ച് നമ്മളെ ബൊളാക്സിൽ പുള്ളി ചെയ്യുന്ന സമയത്ത് കപ്പൽ അനങ്ങാൻ പാടില്ല. അനങ്ങാതെയാണ് ഈ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ എല്ലാ പോർട്ടിലും പണി നടക്കുന്നത്. നമ്മുടെ പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നു തന്നെയാണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിലുള്ള വെല്ലുവിളി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ആഴം കൂടിയ കടൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടഗ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇത് അടുത്ത് വന്നിരിക്കുന്നു. പൂർണ്ണമായിട്ട് പുഷ് ചെയ്ത് കപ്പലിനെ ബാക്കിലോട്ട് മാറ്റുന്നു. ഇനി നമുക്ക് ബ്രേക്ക് വാട്ടറിലോട്ട് വരാം. നമുക്ക് ഏറ്റവും വെല്ലുവിളിയായിരുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ബ്രേക്ക് വാട്ടർ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് എടുത്ത് നോക്കിയാലും നിലവിൽ ഇത്രയും ബ്രേക്ക് വാട്ടറിന് ഇത്രയും വലിയൊരു കടമ്പ മുന്നോട്ട് കടന്നു വരാൻ പാടായിരിക്കും. കാരണം ഏകദേശം നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന് 20 മീറ്ററോളം ഡീപ്പസ്റ്റ് ആണ്. ഡീപ്പ് വാട്ടർ കടലിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട്. മുന്നേ നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് കാണുന്ന ഏകദേശം 6 or 8 മീറ്ററാണ്. 8 മീറ്ററാണെന്ന് തോന്നുന്നു പുറമേ നമ്മൾ ബ്രേക്ക് വാട്ടറായിട്ട് കാണുന്നത്. അപ്പോൾ 28 മീറ്ററോളമാണ്
ബ്രേക്ക് വാട്ടർ ഹൈറ്റ്, അതിൽ സെൻട്രലിലൂടെയുള്ള 10 മീറ്ററുള്ള വീതിയുള്ള റോഡ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കപ്പലിൻ്റെ നമ്മൾ ഈ കാണുന്ന പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ആങ്കറാണ് നമുക്ക് കാണുന്നത്. ഇത് ആങ്കർ പോർഷൻ MSC അയർന എന്ന വളരെ വ്യക്തമായിട്ട് നൈമും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 28 മീറ്ററോളം ഹൈറ്റിൽ നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 2960 മീറ്ററാണ് ടോട്ടൽ ബ്രേക്ക് വാട്ടറിൻ്റെ ലെന്ത് വരുന്നത്. അതിനാൽ നമ്മൾ ഈ കാണുന്ന കപ്പലിൽ ഇപ്പോൾ തിരമാലകളൊന്നും ഇവിടെ ഇല്ല, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, കടൽ വളരെ ശാന്തമായിട്ട് നമുക്ക് തോന്നും. കണ്ടോ, ഒരു തിരമാല പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഇളക്കം ഇനി അതും ആരും പറയണ്ട, അത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും വെള്ളത്തിൻ്റെ ചെറിയൊരു ഇളക്കമുള്ളതല്ലാതെ തിരമാല ഒരു അംശം പോലും നമുക്കിതില്ല. ഇതുകൊണ്ടാണ് ഈ ബ്രേക്ക് വാട്ടർ ഉള്ളത്. 2028 ആവുമ്പോൾ 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്റർ ബ്രേക്ക് വാട്ടറും നമ്മൾ ഈ കാണുന്ന ബെർത്ത് അത് 1200 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 2000 മീറ്റർ ബെർത്തായി മാറും. 2000 മീറ്റർ ബെർത്ത് ആവുമ്പോൾ 3-4 വലിയ കപ്പലുകൾക്ക് തീർച്ചയായിട്ടും ബെർത്ത് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിലുള്ള കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നർ മൂവ്മെന്റ് നടക്കുന്നത് കാണാൻ സാധിക്കും. ട്രെയിലർ ലോറിയിലെ 40 ഫീറ്റിന്റെ കണ്ടെയ്നറാണ് നിലവിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 20 ഫീറ്റ് 2 കണ്ടെയ്നറുകൾ ബെർത്തിന്റെ എൻഡ് പോർഷൻ, അതായത് 800 മീറ്റർ എൻഡ് പോർഷൻ ലോറി ട്രെയിലർ ലോറി വളഞ്ഞ് പോകുന്നത് കാണാൻ വളരെ മനോഹരം തന്നെയാണ്. 8 STS ക്രെയിനുകളാണ് നിലവിൽ നമ്മുടെ പോർട്ടിലുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിന് തന്നെയാണ് നമ്മുടെ പോർട്ടിലുള്ളത്. പൂർണ്ണമായിട്ടും ട്രെയിലർ ലോറി യാർഡ് പോർഷനിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. യാർഡ് പോർഷനിൽ നിന്നും വളരെ ഫാസ്റ്റായിട്ടാണ് യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ മാറ്റുന്നത്. ഇപ്പോൾ നമുക്ക് MSC അയർനിലോട്ട് വരാം. ഇത് MSC അയർന ഇപ്പോൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ബെർത്തിങ്ങിലോട്ടാണ് പോകേണ്ടത്. കാരണം ഇനി നമ്മൾ ഈ കാണുന്ന ഒരു ടെക് ബോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, പുഷ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് സൈഡാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം. പോർട്ട് സൈഡിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റനോ ആരെങ്കിലും ആയിരിക്കും, ക്യാപ്റ്റന് ക്രൂ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അതായത് നമ്മൾ ഈ കാണുന്ന വീൽ ഹൗസിൻ്റെ പോർഷൻ കണ്ടോ, ഏറ്റവും ടോപ്പിൽ വീൽ ഹൗസിൻ്റെ പോർഷനിലാണ് നമ്മുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരായിരിക്കാം, ചിലപ്പോൾ പൈലറ്റ് ആയിരിക്കാം, ആരെന്നറിയില്ല. ഏതായാലും ക്രൂ മെമ്പേഴ്സ് ആണ്, ഒന്നിൽ ക്രൂ മെമ്പേഴ്സ് ആയിരിക്കാം. ആ കപ്പലിലെ മെയിൻ സ്റ്റാഫുകൾ ആരെങ്കിലും ഒരാളായിരിക്കും ഈ സൈഡിലുള്ള. കാരണം ഈ സൈഡിലാണ് നമുക്ക് പോർട്ട് സൈഡ്, ബെർത്തിങ്ങിനുള്ള സൈഡ് എവിടെയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിലൊരു ക്യാമറയും ഉണ്ട്. ഇത് ഈ ബ്രിഡ്ജ് വിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനാണ് ഈ വീൽ ഹൗസ്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 സൈഡിലാണ് ഈ ബ്രിഡ്ജ് വിങ് ഉള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് കപ്പലിനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. MSC അയർന അങ്ങനെ നമ്മുടെ പോർട്ടിലൂടെ നമ്മുടെ പോർട്ടിൽ ബെർത്തിങ്ങിലേക്ക് പോവുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള ഈ പറയുന്ന മങ്കി നാവിഗേഷൻ എക്യുപ്മെന്റ്സും റഡാറും സിഗ്നൽ മാസ്റ്റും അതെല്ലാം പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന എക്യുപ്മെന്റ്സിന്റെ ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ഈ കാണുന്ന വീൽ ഹൗസിൽ നമുക്ക് സ്ക്രീൻ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. വീൽ ഹൗസ് ഉൾപ്പെടെ എഞ്ചിൻ പോർഷൻ ഉൾപ്പെടെയാണ് ഇതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം ഉള്ളത്. അതെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നമ്മുടെ പോർട്ടിനകത്തു നിന്ന് തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ പോർട്ടിൽ ഈ കപ്പൽ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഭാഗ്യം നമുക്ക് ലഭിച്ചതും. അതുപോലെ തന്നെ ഇപ്പോൾ കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, ലോകത്തിന് മുന്നിൽ തലയുയർത്തിക്കുന്ന വിഴിഞ്ഞം പോർട്ട് പോലെ തന്നെ കൊച്ചിയിൽ കപ്പൽ നിർമ്മാണശാലയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പറയുന്ന തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാന്റെ ഒരു ചെറിയൊരു യുദ്ധമെന്ന് പറയാൻ ഒരു വാർണിംഗ് കൊടുക്കാൻ നേരത്തും നമുക്ക് നമ്മുടെ സൈന്യത്തിന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാവിക കപ്പലുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ കൊച്ചിയിലാണ് ആ കപ്പലുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതും മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ്. വിഴിഞ്ഞവും കൊച്ചിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ അമ്പരക്കുന്ന രീതിയിലുള്ള നാവിക കപ്പലാണ് നമ്മുടെ കൊച്ചിയിൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് കൊച്ചിയും വിഴിഞ്ഞവും ഒന്ന് തന്നെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. ഇനി നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2960 മീറ്റർ, ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ. ഈ പോർഷനിൽ നിന്നാണ് നമുക്ക് ഇനിയിപ്പോൾ 1040 മീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്റർ ബ്രേക്ക് വാട്ടറാക്കി മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് എൻഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സ്കവേറ്ററും ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. എക്സ്റ്റൻഷൻ തുടങ്ങിയിട്ടില്ല, ട്രയൽ റൺ ആണ് കുറച്ച് ദിവസം മുന്നേ നടന്നത്. ഉടൻ തന്നെ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ വീഡിയോൻ്റെ അപ്ഡേഷൻ, അതായത് വർക്ക് അപ്ഡേഷൻ കാണും, മെഷർമെൻറ്റും കാണും. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് മെഷർമെൻറ്റും വർക്ക് അപ്ഡേഷനും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് തുടങ്ങിയാലും അങ്ങനെ തന്നെയായിരിക്കും. ബാർജുകളെല്ലാം സൈഡിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ പോകുന്ന സമയത്ത് തന്നെ കപ്പൽ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. കപ്പൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ടെർമിനൽ 1 പോകേണ്ടത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ടെർമിനൽ 1 കപ്പൽ പോകുന്ന കാഴ്ച. ഇപ്പോൾ ഒരു ഫീഡർ വെസലും ഒരു അൾട്രാ ലാർജ് വെസലും, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും ഒരു ഫീഡർ വെസലും നമുക്ക് കാണാനായി സാധിക്കും. പലപ്പോഴായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസ് ആയിക്കോട്ടെ, MSCയുടെ ജെയ്ഡ് സർവീസ് ആയിക്കോട്ടെ, ഈ കപ്പലുകളെല്ലാം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ തൊട്ടില്ല, അതായത് അടുത്തുകൂടിയാണ് പോകുന്നത്. ഈ സർവീസുകളെല്ലാം നമ്മുടെ പോർട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ 16.2 മീറ്റർ ഡ്രാഫ്റ്റാണ് നമ്മുടെ MSC അയർണയ്ക്കുള്ളത്. എനിക്ക് തോന്നുന്നു 3000-4000 കണ്ടെയ്നർ ഇവിടെ അൺലോഡ് ചെയ്യാനുണ്ട്. ലോഡിങ് എത്രയും നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല, പക്ഷെ ലോഡിങ് ചിലപ്പോൾ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫീഡർ വെസൽ, ഇപ്പോൾ നിൽക്കുന്ന ഫീഡർ വെസൽ ഉൾപ്പെടെ ധാരാളം ഫീഡർ വെസലാണ് പുറത്ത് ആങ്കറിങ്ങിലുള്ളത്. അതായത് നമ്മൾ ഈ ഗൾഫ് മേഖല ഉൾപ്പെടെ ഈ പറയുന്ന നമ്മുടെ കൊളംബോ പോർട്ട് ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യയുടെ, ഇപ്പം നമ്മൾ നിലവിൽ ഇന്ത്യയുടെ ചെറിയ പോർട്ടുകളിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് ഈ പറയുന്ന ഫീഡർ വെസൽ വരുന്നു. അതുമാത്രമല്ല കൊളംബോ പോർട്ട് ഇന്റർനാഷണൽ പോർട്ടാണ്. കൊളംബോ പോർട്ടിൽ നിന്ന് ഗൾഫിൽ നിന്നും ദുബായ് പോലുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യത്തു നിന്നും ധാരാളം ഫീഡർ വെസലായിട്ട് കണ്ടെയ്നർ നമ്മുടെ പോർട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം എല്ലാ ആഴ്ചയുടെയും എൻഡ് ഡേയിൽ ഒരു അൾട്രാ ലാർജ് വെസൽ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നുണ്ട്. അത് ജെയ്ഡ് സർവീസ് ആവട്ടെ, ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസ് ആവട്ടെ, അങ്ങനെ 2 സർവീസിൽ നിന്നായിട്ട് അൾട്രാ ലാർജ് വെസലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നതിനാൽ ട്രാൻസ്ഷിപ്മെന്റ്, വളരെ വലിയ ട്രാൻസ്ഷിപ്മെന്റാണ് നമ്മുടെ പോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമുക്ക് നമ്മുടെ പോർട്ടിലൂടെ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ സാധ്യമാകുന്നത്. അങ്ങനെ പറയാൻ കാരണം, നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുള്ളത്. നമ്മൾ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊളംബോ പോർട്ട്, സിംഗപ്പൂർ പോർട്ട്, ദുബായിലെ പല പോർട്ടുകളിലും ഇതുപോലെയുള്ള വലിയ അൾട്രാ ലാർജ് വെസലുകൾ അല്ലെങ്കിൽ ലാർജ് വെസലുകൾ വന്നതിന് ശേഷം അതിൽ നിന്നും കണ്ടെയ്നറാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എടുത്തു പറയാൻ കാരണം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രിയാണ് ഇന്ത്യ. അതിനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്ത് ലോകരാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലെല്ലാം നമ്മൾ മേടിക്കുന്നു. അതിനാൽ ധാരാളം കണ്ടെയ്നർ, ലക്ഷക്കണക്കിന് കണ്ടെയ്നറിലാണ് പെർ ഡേ നമ്മുടെ പോർട്ട് വഴി നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്വന്തമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ഉള്ളതിനാൽ നമ്മുടെ പോർട്ടിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ കണ്ടെയ്നർ ഒഴുകിയെത്താൻ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടിൽ നിന്നും ഏറ്റവും ചെറിയ പോർട്ടിൽ നിന്നും കണ്ടെയ്നർ ഒഴുക്കാണ് നമ്മുടെ പോർട്ടിലേക്കുള്ളത്. അതിനാൽ ഈ ഭാഗത്തു നിന്നും, അതായത് ഈസ്റ്റിൽ നിന്ന് ഒരു കപ്പൽ വെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കണ്ടെയ്നർ എടുത്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ലോകത്തെ തന്നെ, അതായത് ലോകരാജ്യങ്ങളെ തന്നെ കേരളത്തിനോട് അടുപ്പിച്ച ഒരു പോർട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്. ആ പോർട്ടിലേക്കാണ് MSC അയർണ ആദ്യമായി നമ്മുടെ പോർട്ടിലേക്ക് ബർത്ത് ചെയ്ത്. ഇനി MSC ധാരാളം തവണ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ആ സീരീസിലെ കപ്പലുകൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സീരീസിലെ കപ്പൽ തന്നെയാണ് MSC അയർണയും. ഇപ്പോൾ നമ്മുടെ ഈ പോർട്ടിൽ ലാർജ് വെസലുകൾ വളരെ കുറവാണ്. ഇപ്പോൾ അൾട്രാ ലാർജ് വെസൽ വരുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പോർട്ട് തീർച്ചയായിട്ടും വളർന്നു കഴിഞ്ഞു. ഇനി ഫീഡർ വെസലും ലാർജ് വെസലും അൾട്രാ ലാർജ് വെസലും ധാരാളം നമ്മുടെ പോർട്ടിൽ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. 2028 ആവുമ്പോൾ നമ്മുടെ പോർട്ടിന്റെ ശേഷി 2 ഇരട്ടിയാണ് വർദ്ധിക്കുന്നത്. അതിനാൽ ധാരാളം കപ്പലുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇത്രത്തോളം പറഞ്ഞ സമയത്ത് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ പറ്റുന്ന MSC അയർണ ഇപ്പോൾ ടെർമിനൽ 1 വളരെ സാവധാനം പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അപ്ഡേഷൻ,
ഷിപ്പ് ട്രാക്കിംഗ്, പോർട്ടിലെ ഈ കപ്പൽ ചാലിലൂടെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ചകൾ, ഇതെല്ലാം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.